എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ സെലൻസ്കി എന്തിനായിരുന്നു യുദ്ധം ചെയ്തത് എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. സെലൻസ്കി ആഗ്രഹിച്ചതൊന്നും തന്നെ നടന്നിട്ടില്ല. പകരം രാജ്യത്തിന്റെ 5 പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അയാൾ കീഴടങ്ങുമ്പോൾ ധാർമ്മികമായും സെലൻസ്കി ഇനി പ്രസിഡന്റായിട്ട് തുടരാൻ ഒരു അവകാശവുമില്ല എന്നുള്ളതാണ് സത്യം. തന്നെയുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് ഇപ്പോൾ ഈ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലൂടെ സംഭവിച്ചത്. അമേരിക്കയെ ആശ്രയിക്കുന്നതിന് പകരം അവർ സ്വയം സൈന്യവും ആയുധങ്ങളും സംഭരിക്കാൻ ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. കാരണം അവരാകപ്പാടെ ഈ യുദ്ധത്തിലൂടെ പകച്ചു വരികയാണ്. റഷ്യയുടെ ഭീഷണി അവർക്ക് മുകളിൽ നിൽക്കുക തന്നെയാണ്. റഷ്യ ഇനി ഏത് സമയവും റഷ്യക്ക് വേണേൽ അവരെ ആക്രമിക്കാം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ സ്വന്തമായിട്ട് സൈന്യവും ആയുധങ്ങളൊക്കെ സംഭരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇത്രയും നാളും അവരങ്ങനെ ആയിരുന്നില്ല. അവർ അമേരിക്കയെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി അത് പോരാ, അമേരിക്ക കൈവിട്ടാൽ നമ്മുടെ കാര്യം തീരുമാനമാകും എന്ന് എന്നിട്ട് മനസ്സിലായതുകൊണ്ട് അവരിപ്പോൾ ആ ഒരു നീക്കത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്.